ദേ ഈ കാണുന്ന 2 ടൈഗർ ഓസ്കാർ ഫിഷുകളെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം ഈ കണ്ടെയ്നറിലേക്ക് മാറ്റി ഇതിനകത്ത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ വെച്ച് ഒരു 2-3 ദിവസം ക്വാറന്റൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവരെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇവരെ മാറ്റുന്നത്. ഇത് ഏകദേശം 2.5 ഇഞ്ച് വരുന്ന ടൈഗർ ഓസ്കാറുകളാണ്. കുറേ നാൾ മുമ്പാണ് ഇതേപോലെ നമ്മൾ 2-2.5 ഇഞ്ച് വരുന്ന കുഞ്ഞുങ്ങളെ 6 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയത്. എന്നിട്ട് അവർ നമ്മുടെ ടാങ്കിൽ കിടന്ന് നല്ല സൈസായിട്ടുണ്ടായിരുന്നു. 9 ഇഞ്ച് 10 ഇഞ്ച് സൈസ് വരെയൊക്കെ ആയിട്ടുള്ള പീസുകളുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് അവർ ഓരോ മഴയിൽ ഈ കഴിഞ്ഞ മഴയിൽ, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ മഴയിൽ ഓരോന്നായിട്ടൊക്കെ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരൊറ്റ പീസ് മാത്രമാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നത്. ടൈഗർ ഓസ്കാർ തന്നെയാണ്. അപ്പോൾ അന്ന് നമ്മൾ കുറേ നാൾ മുമ്പ് ഈ കുഞ്ഞുങ്ങളെ വാങ്ങി ഇതുപോലെ വലുതായതിന് ശേഷം ഇങ്ങനെ മഴയിൽ ഇങ്ങനെ ഡെഡായി പോയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇവരെ വാങ്ങാതിരുന്നത്. വളർത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു. നമ്മുടെ ഔട്ട്ഡോർ ടാങ്ക് അത്യാവശ്യം വലിപ്പമുള്ള ടാങ്കാണ്. ആൽഗെ അടിച്ച് കിടക്കുന്ന വെള്ളമാണ് അതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതിനകത്ത്. പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയി. കെയർ വളരെ ഈസി ആയിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കെയറൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല. വെള്ളത്തിൽ എയറേഷൻ കൊടുക്കാറുണ്ട്. അത് നമ്മൾ ദിവസത്തിൽ 1-2 മണിക്കൂറൊക്കെയാണ് ഓൺ ചെയ്തിടാറുള്ളത്. പിന്നെ ടാങ്കിൽ ആൽഗെ വാട്ടർ ആയതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഓക്സിജൻ റിലീസ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ്റെ പ്രശ്നമൊന്നും അതിനകത്ത് ഉണ്ടാവാറില്ല. പിന്നെ ഈ ഓസ്കാറുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീസൺ എന്ന് പറയുന്നത് ചൂടുകാലമാണ്. ഈ മഴക്കാലം തണുപ്പ് കാലത്താണ് അവർ കുറച്ചൊന്ന് സൈലൻ്റ് ആവുന്നത്. അതായത് വല്ലാതെ ഈ സീസണുകളിൽ അവരങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ കുറവായിരിക്കും ഈ തണുപ്പ് കാലത്തും മഴക്കാലത്തൊക്കെ. അതേസമയം ചൂടുകാലത്താണെന്നുണ്ടെങ്കിൽ ഇവരെപ്പോഴും നമുക്ക് മുകളിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം. ഇവരെപ്പോഴും മുകൾ ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് മുകൾ ഭാഗത്ത് നീന്തി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ചൂടുകാലം കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ജൂൺ ജൂലൈയിലെ മഴയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് പണി കിട്ടാറുള്ളത്. ആ ഒരു സമയത്തുള്ള മഴയിൽ മാത്രമല്ല, ഈ ഒക്ടോബറിൽ ഒക്കെ പെയ്യുന്ന മഴയുണ്ടല്ലോ, ഈ തുലാവർഷത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ വരുന്ന ആ ഒരു മഴയിലും ഡെഡായി പോയിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിനകത്ത് നട്ടറുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ റെഡ് ബെല്ലി പാക്കു എന്ന് പറയുന്ന ആ ഒരു മീൻ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഓസ്കാറുകൾ കിടന്നിരുന്നത്. ആ സമയത്ത് അവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം ഈ നട്ടറുകൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മീനുകളായതുകൊണ്ട് ഓസ്കാറുകൾ കുറച്ച് സ്ലോ ആണ്. അവരുടെ മോഷനും കാര്യങ്ങളൊക്കെ, മൂവ്മെൻറ്റും കാര്യങ്ങളല്ല. അപ്പോൾ അത്തരം മീനുകളുടെ കൂടെ നട്ടറിൻ്റെ കൂടെയൊക്കെ ഇവരെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവരെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആവും. പിന്നീട് നമ്മൾ ആ ടാങ്കിലുണ്ടായിരുന്ന നട്ടറുകളെല്ലാം വീട്ടിലെ ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതിൽ കിടന്നിരുന്ന ഓസ്കാറുകൾ, ഏകദേശം 6 ഓസ്കാറുകൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലുണ്ടായിരുന്നു. അതെല്ലാം വലിയ സൈസിലേക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് അവർ വലിയ സൈസിലേക്ക് ആയത്. അപ്പോൾ ഇതുപോലെ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ 6 പീസുകളെ, ടാങ്കിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് കുറച്ചധികം പീസുകളെ വാങ്ങിയിട്ട് ഒരുമിച്ചിട്ട് വളർത്താം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വളർന്ന് ആ ഒരു ചെറിയ സൈസിൽ നിന്ന് വളർന്ന് വലുതായി വരുന്ന സമയത്ത് തന്നെ ഇവർ പെയർ തിരിയും. പെയർ തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. വെള്ളമൊക്കെ വറ്റിക്കുന്ന സമയത്ത് ആ ഒരു പെയറിനെ മാത്രം പിടിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ടാങ്കിലിട്ട് ബ്രീഡ് ചെയ്യിക്കാം. ഈ സിക്ലിഡ് ഫാമിലിയിൽ പെട്ട മത്സ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മെയിലിനെയും ഫീമെയിലിനെയും എടുത്ത് ഒരു ടാങ്കിൽ ബ്രീഡ് ചെയ്യിക്കാനിട്ടാൽ അവർ പെയർ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർ നാച്ചുറലായിട്ട് പെയർ ആവണം. അതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നമ്മൾ വാങ്ങുമ്പോൾ ഒരു 4 പീസിനൊക്കെ ആയിട്ട് വാങ്ങുക, 4 പീസ് അല്ലെങ്കിൽ 6 പീസൊക്കെ ആയിട്ട് വാങ്ങുക. എന്നിട്ട് അതിനെ ഒരുമിച്ച് ഒരു ടാങ്കിലിട്ട് വളർത്തുക. അവർ കുറച്ച് വലുതായി വരുമ്പോൾ, കുറച്ച് മെച്യൂർ ആവുന്ന സമയത്ത് തന്നെ അവർ പെയർ തിരിയാനായിട്ട് തുടങ്ങും, മെയിലും ഫീമെയിലും. അപ്പോൾ നമ്മൾ ആ ഒരു പെയറിനെ പിടിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ 2 വാങ്ങുന്നത് ഒന്നുകിൽ മെയിലും ഫീമെയിലും ആയിരിക്കണം. അവർ ഒരുമിച്ച് ഒരു ടാങ്കിലിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നാച്ചുറലായിട്ട് പെയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോഴും സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ നാച്ചുറലി ആവുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. ആയിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അതേസമയം നമ്മൾ ഗൗരാമികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ നാച്ചുറലായിട്ട് പെയർ ആവുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മളിപ്പോൾ ഒരു മെയിലിനെയും ഫീമെയിലിനെയും എവിടെ നിന്ന് എടുത്താലും 2 സെപ്പറേറ്റ് ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ഒരുമിച്ച് ഒരു ടാങ്കിലിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അവർ പെയറായിട്ട് ബ്രീഡ് ആയിക്കോളും. അവർക്ക് അങ്ങനെ നാച്ചുറലി പെയർ ആവണം എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. ഒരു മെയിലിനെയും ഫീമെയിലിനെയും റാൻഡമായിട്ട് നമ്മൾ പിടിച്ചൊരു ഫിഷ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പെയറായിട്ട് മുട്ടയിട്ട് ബ്രീഡ് ആയിക്കോളും. എന്നാൽ ഈ സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ട മീനുകൾ അങ്ങനെയല്ല. അവർക്ക് നാച്ചുറലായിട്ട് തന്നെ അവർ പെയർ ആവണം. വെറുതെ നമ്മളൊരു മെയിലിനെയും ഫീമെയിലിനെ എടുത്ത് ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പെയറായിട്ട് മുട്ടയിട്ട് ബ്രീഡ് ആവില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ പീസുകളെ വാങ്ങിയിട്ട് ഇടുന്നത്. മാത്രമല്ല ഇവരുടെ മെയിലും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ സൈസിൽ. അതേസമയം ഗൗരാമികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സൈസിൽ തന്നെ ഏകദേശം അവരുടെ ജെൻഡറും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് വലിയ സൈസ് ആയാലും ഗൗരാമികളിൽ നമുക്ക് മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഓസ്കാറുകളിലാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് ആണെങ്കിലും വലിയ സൈസ് ആണെങ്കിലും ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജെനിറ്റൽസ് ഒക്കെ നോക്കിയിട്ട് തിരിച്ചറിയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മീനിനെ കയ്യിലെടുത്ത് അതിൻ്റെ അടിഭാഗത്തുള്ള ജെനിറ്റൽ ഏരിയ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലാതെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സിക്ലിഡ് വെറൈറ്റികൾ അല്ലെങ്കിൽ ഓസ്കാറുകൾ. ഇപ്പോൾ നമ്മൾ ഈ വാങ്ങിയ 2 നമുക്കറിയില്ല ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം.
കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഒരുമിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മെയിലും ഫീമെയിലും ആയിരിക്കും. മെയിലുകളാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെ ചുണ്ട് കടിച്ച് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അഗ്രസീവ് ആവും. പിന്നെ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ സൈസാണ്. ഒരെണ്ണത്തിന് കുറച്ചൊരു വലുപ്പം കൂടുതൽ കാണാം നോക്കുമ്പോൾ, പക്ഷേ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെയാണ്, പ്രത്യേകിച്ച് ആൽഗയൊക്കെ അടിച്ച് കിടക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ കെയർ വളരെ കുറവ് കൊടുത്താൽ മതി. അതായത് ടാങ്കിന് അത്യാവശ്യം സ്പേസും അതിനകത്ത് ആവശ്യത്തിന് ക്വാണ്ടിറ്റിയാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ അങ്ങ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെല്ലറ്റ് മാത്രം കൊടുത്തൊക്കെ വളർത്താം. നോൺ വെജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ എയറേഷൻ കൊടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. മഴവെള്ളം വീഴാണ്ട് നോക്കുക എന്നുള്ളതാണ് ഔട്ട്ഡോർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ. അതേസമയം ഇൻഡോർ ആയിട്ടുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അത് അക്വേറിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡോർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫിഷ് ടാങ്കുകളായിക്കോട്ടെ, അതിനകത്ത് അത്യാവശ്യം പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൽഗെ കാര്യങ്ങളൊന്നും ഫോം ചെയ്യില്ല. നല്ല രീതിയിൽ വേസ്റ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ അസുഖമൊക്കെ വരുന്നൊരു മീനാണ്. അതുപോലെ ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസ്, ഫംഗസ് ഒക്കെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു മീനാണ് ഈ ഒരു ഓസ്കാർ. വാട്ടർ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടും. ഔട്ട്ഡോർ ടാങ്കുകളിൽ ആൽഗയൊക്കെ അടിച്ച് എടുക്കുന്ന ടാങ്കുകളിൽ എന്തുകൊണ്ടാണ് അസുഖം കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആംബിയൻസിലാണ് നിൽക്കുന്നത്. എയറേഷൻ ഫിൽട്രേഷൻ ഒക്കെ കുറേയൊക്കെ നാച്ചുറലായിട്ട് നടക്കും. അപ്പോൾ നമ്മൾ ഇവരെ ക്വാറന്റൈനൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വിടുന്ന വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.